നമ്മുടെ ആര്യൻ കുട്ടൻ ഫേവറേറ്റ് റൗണ്ടിലെത്താണ്. വെൽക്കം ആര്യൻ ഓൺ സ്റ്റേജ്. എങ്ങോട്ടാ ഇവിടെ പോവാങ്ങ്? എന്താ മക്കളെ മക്കളെ നീ അങ്ങ് ചെറുതായി വന്നോണ്ടിരിക്കുകയാണ്. സുന്ദരം തന്നെ അല്ലേ? ഇപ്പൊ ഒരു മുട്ടുസൂചിയുടെ അത്രയായി. അപ്പൊ മക്കളെ വിശേഷമൊക്കെ അറിഞ്ഞു. എന്റെ ഏട്ടൻ വിഷു കഴിഞ്ഞാലും പടക്കങ്ങൾ പൊട്ടിക്കും. ആണോ? എടാ നിന്റെ ഏട്ടൻ അടിപൊളിയാ. സ്റ്റീഫനങ്ങൾ ഇതേപോലെയാ. ഒരു ഓലപ്പടക്കം ഒരു ചെറിയൊരു സഞ്ചിയിൽ മാറ്റി വെക്കും. എന്നിട്ട് ഇടയ്ക്ക് ആരെങ്കിലും ഇല്ലാത്തപ്പോ പോയി കത്തിച്ച് പൊട്ടിക്കും. എന്റെ വീട്ടിലും ഇങ്ങനെയാട്ടോ. വിഷയം എന്താ ഉണ്ടാവാന്നറിയോ? കൊറേ കഴിയുമ്പോ ഇത് തണുക്കും, ഇത് പൊട്ടൂല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. എന്നിട്ട് ഇത് കത്തിട്ടേ ഷിക്കുന്ന ഉള്ളിൽ പോകും. പിന്നെ ടെൻഷൻ ഉണ്ട്, ഇത് എപ്പ പൊട്ടും. ഓൻ ഏത് പാട്ടാ പാടുന്നേ? ഇന്ന് ഒരു രാഗമാല കോർത്തു. ഒരു രാഗമാല കോർത്തു. ഒരു രാഗ അതെ, ധ്വനി. സിനിമ ധ്വനി. പിന്നെ മ്യൂസിക് നൗഷാദ് അലി സാർ. പിന്നെ ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ. പിന്നെ കൊല്ലം 1988. മീനാള് പോരട്ടെ. പിന്നെ പാടിയത് കെ ജയേശുദാസ്. ആരെയും കൊണ്ടാ നീ ഇന്ന് പൊരുക്കി ഈ പാട്ട്. അതിപ്പോ ഞങ്ങള് വെയിറ്റ് ചെയ്യണം. ഇന്ന് അവൻ പൊരിക്കാനുള്ള കാരണമുണ്ട്. എന്താ? ഈ ഡ്രസ് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ഇത് റിമി ചേച്ചി ഇത് റിമി ചേച്ചി ഇത് ഞാൻ ആ വാച്ചിന്റെ കൂടെ കൊടുത്താ. അല്ല എനിക്ക് സൈസ് ഒന്നും അറിയില്ലായിരുന്നു. ഞാനൊരു ഏകദേശം 5 വയസ്സ് 6 വയസ്സുള്ള പിള്ളേരുടെ വെച്ചിട്ട് ഈ ഓൺലൈനിലാണല്ലോ മേടിക്കുന്നത്. അയ്യോ എടാ ഇത് കറക്റ്റ്. എനിക്ക് അതാണ് തോന്നിയത്, ഇവൻ ആണിയെ പോലെ ആയിപ്പോയല്ലോ ഒന്ന്. ഞാനിതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. അല്ല വളരെ ചുള്ളനായി പോയി. മീനു ഇതുപോലെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഘടാഘടിയന്മാരായ രണ്ടെണ്ണം ഇതുവരെ ഏറ്റവും ഒരു ലഡുവിന്റെ കഷ്ണം മേടിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഞാൻ അതിന് കൂട്ടു നിൽക്കത്തില്ല. എനിക്കൊക്കെ ഇനി മേടിച്ചു കൊടുക്കുകയില്ല. കാരണം ഇവർക്ക് തരാൻ സൗകര്യമില്ല. കാരണം ഇവർക്കൊക്കെ കൊടുത്ത ദൈവദോഷം എനിക്ക് കിട്ടും. വല്ല പാവങ്ങൾക്ക് കൊടുത്ത അത്രയും പുണ്യം കിട്ടും. ഞങ്ങൾക്ക് തരാറുണ്ട്. അല്ല ഈ രവി ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തരില്ല. തരില്ല എന്ന് വെച്ചാൽ തരില്ല. വേണ്ട മോനെ, നീ പാടറാ കേട്ടോ. ഇവരും ഇതൊക്കെ പറയും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു. ഒരു രാഗമാല
മനസ്സിൻ ശുഭാഗ്നി സാക്ഷിയായി നിന്മാറിൽ ചാർത്തുവാൻ ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയാ. Nice. സൂപ്പർ. Thank you.